ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മളിതേ കാസ്റ്റിങ്ങിന് വന്നേക്കുന്നു. ഞാനും ഇതേ നമ്മുടെ അനീഷ് ഭായിയും ഉണ്ട്. നമ്മളിത് ഈ ഒരു ഏരിയയിലാണ് കാസ്റ്റ് ചെയ്യാൻ വന്നേക്കണത്. അപ്പോൾ അത്യാവശ്യം സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഒരു 2-3 മീൻ കിട്ടിയപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്താണത്. അപ്പോൾ എന്തായാലും നമ്മൾ കാസ്റ്റിങ് നിർത്തിയിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറം സൈഡിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി വല്ല മീൻ കിട്ടുവാണെങ്കിൽ ഒരുമിച്ച് എല്ലാ വീടോട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിത് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലം വഴി ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നു. വെള്ളം എടുത്ത സ്ഥലം വേറെ ഉണ്ടോ, പെട്ടെന്ന് വെള്ളം കിട്ടി. നമ്മൾ പുഴയുടെ സൈഡിൽ തന്നെ ആ ഒരു സൈഡിൽ തന്നെ വെള്ളം നമുക്ക് കിട്ടിയത്. ആ പിള്ളേർ വിളിക്കുന്നത് അവിടെ നമുക്ക് വെള്ളം കിട്ടിയത്. അപ്പോൾ വെള്ളം എടുത്ത് നമ്മൾ വേണ്ട സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റീല് C80, അതേപോലെ റോഡ് വരുന്നത് Sivac, പിന്നെ ഫ്രോഗുകൾ ഉപയോഗിക്കുന്നത് ഇത് J3, J2, അതേപോലെ തന്നെ ഒരു ഫ്രോഗ് ബൈറ്റിൻ്റെ ഒരു ഫ്രോഗ്, പിന്നെ ഇതൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. ഇതിൻ്റെ ഇത് ഏത് ഇതാണെന്നറിയില്ല, ഇൻഡോനേഷ്യൻ ഫ്രോഗാണ്. നല്ല റിസൾട്ടുള്ള ഫ്രോഗ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇത് ബ്രാവോൻ്റെ മോട്ടോ എന്ന് പറഞ്ഞ ഫ്രോഗ്. ഇതും നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ ഏതിലൊക്കെ മീനടിക്കണം നമുക്കറിയില്ല. അപ്പോൾ അത്രയും ഫ്രോഗ് നമ്മൾ ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം. നല്ലൊരു സൂപ്പർ വളമായിരുന്നു. ആളെ ആ J3 നമുക്കൊരു പണിയാണ്. പോയി മുടക്കുക. ഒരു മീനെ പിടിച്ചോണ്ടിരാൻ പറഞ്ഞാൽ വലിയ പാടാണ് പിടിച്ചോണ്ടിരില്ല. ഉള്ള കാടും വെള്ളം മൊത്തം ഉടക്കും. ഇപ്പോൾ നമ്മൾ J3 മാറ്റി നമുക്ക് മുട്ടൻ്റെ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. മുട്ടൻ്റെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ അതിൻ്റെ ഹുക്ക് അത്ര കൂടുതല. ഹുക്ക് പെട്ടെന്ന് തുരുമ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല, പക്ഷേ മീനടിച്ച് കഴിഞ്ഞാൽ കീറും കേട്ടോ. നല്ല ഹുക്ക് പ്രഷറുള്ള ഒരു ഫ്രോഗാണത് മുട്ടൻ്റെ. നല്ല ചെയ്താണ് വർക്കൊക്കെ ചെയ്താണ് അടിപൊളിയാണത്. മീൻ ഒന്ന് അടിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അവൻ കക്കിക്കളയാൻ നോക്കുന്നില്ല. ആ ഒരു ഗ്രിപ്പുള്ള കാരണം ഒന്നുകൂടെ എടുക്കും. അപ്പം നമുക്കിതിട്ട് താമസിച്ച് നോക്കാം. ആ ജോർജ് ചേട്ടാ, കാലത്തേക്ക് മീനുണ്ടാവുമെന്ന് നോക്കട്ടെ, ഉറപ്പില്ല. ഉണ്ടെങ്കിൽ കാലത്ത് വിളിക്കാം. ഓക്കെ വിളിച്ചോ. ശരി. ഏതാ എവിടെ? ആ പന്നക്കൂട്ടിൽ എല്ലാത്തിനും പോയി വിളിക്കുന്നു. പണി കിട്ടി. പിന്നെ വെള്ളം അങ്ങോട്ട് ഇറക്കല്ലേ, ഏറ്റല്ലേ, അല്ല ഇറക്കല്ലേ, ഇതന്നെ വെള്ളം 100 മീറ്റർ പോകണോ? അടിച്ചു മോനെ, അടിച്ച്. ചെറുതാ, ഇതുപോലെ ചെറിയൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കുത്തി. ചെറിയൊരു ചേറങ്കുഞ്ഞ്. ചെറിയ മുടി കേട്ടോ. മുട്ടൻ്റെ അടിച്ചിട്ടുണ്ട്.
അടിച്ചവൻ ഒറ്റ പോക്ക് പോയപ്പോൾ തന്നെ ഹുക്കായി ഇവിടെ. ഒരാടി പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ വലിയ മീനെ പ്രതീക്ഷിച്ചത്, ചെറിയ മീൻ നല്ല പ്രതീക്ഷയായിരുന്നു. പൂവാണിപ്പോട്ടെ മുട്ടൻ്റെ ഇത്. അത് അതും ചെറുതാണ്. കംപ്ലീറ്റ് കൂട് ചുമ്മാ ചെറുതുങ്ങൾ അടിക്കുന്നല്ലോ. ആർക്കും വളർത്താൻ കൊടുക്കാല്ലേ, ചേറൻ കുഞ്ഞുങ്ങളെ വളർത്താൻ കൊടുത്തേക്കാം. എല്ലാത്തിനും വിളിച്ചിട്ടേക്കോടെ. രണ്ടാമത്തെ മുട്ടൻ്റെ ഹുക്കം എന്ന് പറഞ്ഞല്ലേ, എൻ്റെ അടിപൊളി ഹുക്കപ്പ. അയ്യോ, ഇതിനെ വളർത്താനും കൊള്ളുള്ളൂ തോന്നുന്നു. ചുഴിയാണോ? മണൽ ഭാഗമായിരുന്നു. മീനടിച്ചായിരുന്നു. ഇല്ലിക്കാടിന് ഇട്ടാളെ പ്രശ്നം തന്നെ. ഇല്ലിക്കാടിൻ്റെ ഇടയിലേ അതെവിടെയാ ഉണ്ട്? അടുത്ത ചേർന്ന് അതിൻ്റെ അടിയിൽ നിന്ന് അടിച്ചോണ്ട് പോയത്. അണ്ടർവാട്ടറിന് അടിച്ചാ എല്ലാത്തിനും കവറിൽ പറക്കില്ല അല്ലേ, ഓരോന്നിനും ഓരോ വഴി പോവും. നമ്മുടെ അടുത്തൊരു മീൻ മുട്ടൻ്റെ ഇല്ലട്ടാ, ഓട്ടോമാറ്റിക് തന്നെ കുക്കായിപ്പോയി. കൊല്ലിൽ പറക്കിട്ടാ ഞാൻ വിളിച്ചോ, ആളില്ല, ഞാൻ വിളിച്ചോ എൻ്റെ അവിടെ നിന്നറി. അവിടെ പട്ടെ എൻ്റെ ഉള്ളിൽ കയറിയോ? അതിനാ പറ്റിയ മോനെ, ഒക്കെ ഒരു പവറായില്ലല്ലോ. പുറത്തേക്ക് കളിഞ്ഞ
വരാനുണ്ടോ വരാളി എന്ത് കാണട്ടെ പിടുത്തം കണ്ടപ്പോൾ തോന്നി വരാലെന്ന്. ഒരു ചെറിയൊരു വരാലും റെഡിയുണ്ട്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാല. മുട്ടൻ്റെ ഫ്രോയിൽ തന്നെ അടിച്ചാണ് കേട്ടോ. അതെ